നമസ്തേ. എന്താണ് നമസ്തയുടെ അർത്ഥം? ഭാരതം ആദരവോടെ അഭിമാനത്തോടെ ലോകത്തെ അഭിവാദ്യം ചെയ്യുന്ന നമസ്തേ എന്ന ചെറിയ പ്രവൃത്തിയുടെ വലിയ അർത്ഥം എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്കായി ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു, സമസ്തതിനെയും ഒന്നായി കണ്ട് നമസ്കരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ 10 വിരലിനെയും ഒന്നായിട്ടാണ് ദർശിക്കാൻ പറ്റുക. നമ്മുടെ വലത്തെ കൈത്തലം ഭൂമിയെയും, അതായത് ഭൂമിഗാത്രത്തെയും, വലത്തെ കൈത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന 5 വിരലുകൾ ഭൂമിഗാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇടത്തെ കൈത്തലം ജീവനെയാണ്. ഈ ഇടത്തെ കൈത്തലം ജീവഗാത്രത്തെയും, ഇടത്തെ കൈത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന 5 വിരലുകൾ ജീവഗാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. വലത്തെ കൈ പഞ്ചഭൂതങ്ങളെയും ഇടത്തെ കൈ പഞ്ചേന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. വലത്തെ കൈത്തലത്തിൽ ഭൂമിഗാത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന 5 വിരലുകൾ പഞ്ചഭൂതങ്ങളുടെ അളവിനെ, അനുപാതത്തെ, സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ലോകത്തെവിടെയാണെങ്കിലും എല്ലാ മനുഷ്യരുടെയും കൈത്തലം ഇതുപോലെയാണ്. ഏറ്റവും ചെറിയ വിരൽ മണ്ണിൻ്റെ അനുപാതത്തെ, അളവിനെ സൂചിപ്പിക്കുന്നതാണ്. ചേർന്ന് നിൽക്കുന്ന രണ്ടാമത്തെ വിരൽ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മണ്ണിനേക്കാൾ കൂടുതലാണ് ജലത്തിൻ്റെ അളവ്. മൂന്നാമത്തെ വിരൽ വായുവിനെ സൂചിപ്പിക്കുന്നതാണ്. ജലത്തേക്കാൾ കൂടുതലാണ് വായു. നാലാമത്തെ വിരൽ ചൂണ്ടുവിരൽ, നമ്മൾ ടോർച്ച് പോലെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വിരൽ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ രണ്ടാമത്തെ വിരലും നാലാമത്തെ വിരലും ഒരുപോലെയാണ്, ഉയരം സമാസമമാണ്. ഭൂമിയിൽ ജലത്തിനൊപ്പമാണ് അഗ്നിയുടെ സ്ഥാനം. അഞ്ചാമത്തെ വിരല് ഈ 4 വിരലിൻ്റെയും 4 ഭൂതങ്ങളുടെയും മാതൃസ്ഥാനം അലങ്കരിക്കുന്ന, മാതൃസ്ഥാനത്ത് നിൽക്കുന്ന തള്ളവിരൽ അല്ലെങ്കിൽ പെരുവിരൽ എന്ന് പറയുന്നതാണ്. വിശാലമായ ആകാശത്തെയാണ് തള്ളവിരൽ പ്രതിദാനം ചെയ്യുന്നത്. മണ്ണ് പോസിറ്റീവാണ്, ജലം നെഗറ്റീവാണ്, വായു ന്യൂട്രലാണ്, അഗ്നി അതിൻ്റെ ഊർജ്ജമാണ്, ആകാശം അതിൻ്റെ ആകാരമാണ്. മണ്ണ് പുരുഷനാണ്, ജലം സ്ത്രീയാണ്, വായു നപുംസകമാണ്, അഗ്നി അതിൻ്റെ എനർജിയാണ്, ആകാശം അതിൻ്റെ സ്പേസാണ്. മണ്ണും ജലവും ചേരുമ്പോൾ എന്താണ്? പ്രോട്ടോണാണ്. അഗ്നിയും ആകാശവും ചേരുമ്പോൾ ഇലക്ട്രോണാണ്. വായു എന്ന ഏകഭൂതം ന്യൂട്രോണാണ്. ഇതാണ് ത്രിഗണങ്ങളുടെ ഒന്നായ ശക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് 5ഉം 1 ചേരുമ്പോൾ അത് ഭൂമിയാകും, ഗോളാകൃതിയായിരിക്കുന്ന ഭൂമിയാകും. ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ. ഏറ്റവും താഴെ മണ്ണാണ്. മണ്ണിന് മുകളിലാണ് ജലത്തിൻ്റെ സ്ഥാനം, അതിന് മുകളിലാണ് വായു, അതിന് മുകളിലാണ് അഗ്നി, അതിന് മുകളിലാണ് ആകാശം. അപ്പം ഭൂമിയിലെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ് നമ്മളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനവും അതുപോലെയാണ്, ഇന്ദ്രിയങ്ങളും അതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇടത്തെ കൈത്തലത്തിൽ ജീവഗാത്രത്തിലെ 5 വിരലുകൾ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്, അളവിനെയും സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും ചെറിയ വിരൽ മണ്ണിൻ്റെ പ്രതീകമായിരിക്കുന്ന ത്വക്കിനെയും, ത്വക്ക് മണ്ണാകുന്നു. രണ്ടാമത്തെ വിരൽ ജലത്തെ പ്രതിനിധീകരിക്കുന്ന നാക്കിനെയാണ്. നാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നത്? ആരെങ്കിലും ചീത്ത പറയാൻ വേണ്ടിയിട്ടാണോ? നാക്ക് ദാഹിക്കുന്നത് ജലത്തിന് വേണ്ടിയിട്ടാണ്. മൂക്ക് ഈ വിരലാണ്, വായുവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. മൂക്കാണ് വായുവിനെ സ്വീകരിക്കുന്നത്. നാലാമത്തെ വിരലോ അഗ്നിയെ, പ്രകാശത്തെ സ്വീകരിക്കുന്ന കണ്ണിനെയും. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കാരണം അഗ്നിയാണ്, പ്രകാശമാണ്. അഞ്ചാമത്തെ വിരൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ചെവിയെയും, ശബ്ദത്തിന് കാരണം, കേൾവിക്ക് കാരണം ആകാശമാണ്. അഞ്ചാമത്തെ വിരൽ ചെവിയെ പ്രതിനിധീകരിക്കുന്നു, ആകാശത്തിൻ്റെ പ്രതീകമായിരിക്കുന്നു ചെവി. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയഗ്രാമം എന്ന് പറയുന്നത് എവിടെയാണ്? ശിരസാണ്. അവിടെ ബാഹ്യ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുന്ന സ്കിന്ന് ചുണ്ടാണ്. അപ്പോൾ ഏറ്റവും താഴെ ചുണ്ട്, അതിനു മുകളിൽ നാക്ക്, അതിനു മുകളിൽ മൂക്ക്, അതിനു മുകളിൽ കണ്ണ്, അതിനു മുകളിൽ ചെവി. ഭൂമിഗാത്രത്തിലും അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും താഴെ മണ്ണ്, അതിനു മുകളിൽ ജലം, അതിനു മുകളിൽ വായു, അതിനു മുകളിൽ അഗ്നി, അതിനു മുകളിൽ ആകാശം. അപ്പോൾ വലത്തെ കൈ ഭൂമിയെയും ഇടത്തെ കൈ ജീവനെയും പ്രതിനിധീകരിക്കുന്നതാണ്. വലത്തെ കൈ ഭൂതേശനാണ്, ഇടത്തെ കൈ ജീവേശനാണ്. നമ്മൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വലത്തെ കൈ ഉപയോഗിക്കുന്നത് പഞ്ചഭൂത പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ഭൂമിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഇടത്തെ കൈ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ അത് നമ്മുടെ സ്വകാര്യ പക്ഷമാണ്. ഇന്ദ്രിയങ്ങൾ നമ്മളുടെ സ്വകാര്യതയാണ്. അപ്പോൾ നമ്മൾ വലത്തെ കൈയും ഇടത്തെ കൈയും ചേർത്ത് വയ്ക്കുമ്പോൾ മണ്ണ് ത്വക്കാണ്, ജലം നാവിനെ പ്രതിനിധീകരിക്കുന്നു, വായു മൂക്കാണ്, അഗ്നി കണ്ണാണ്, ആകാശം ചെവിയാണ്. അപ്പോൾ പഞ്ചഭൂത സേവയ്ക്കായി പഞ്ചേന്ദ്രിയങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പഞ്ചഗുണങ്ങൾ കിട്ടുന്നുണ്ട്. മണ്ണിനാൽ ത്വക്കിൽ നിന്നും സ്പർശം, ജലത്തിനാൽ നാവിൽ നിന്നും രസം, വായുവിനാൽ മൂക്കിൽ നിന്നും ഗന്ധം, അഗ്നിയാൽ കണ്ണിൽ നിന്നും രൂപം, ആകാശത്താൽ ചെവിയിൽ നിന്നും ശബ്ദം.
നമ്മൾ നമസ്തേ എന്ന് പറയുമ്പോൾ വലത്തെ കൈയും ഇടത്തെ കൈയും ഒന്ന് ചേരുകയാണ്, നെഞ്ചോട് ചേരുകയാണ്. ഇതാണ് ഭക്തിയുടെ മുദ്ര. ഭൂമിയും ജീവനും ഒന്ന് ചേരുകയാണ്, ശൈവവും വൈഷ്ണവവും ഒന്ന് ചേരുകയാണ്. ഭൂമിയും സകല ജീവനും ഒന്ന് ചേരട്ടെ, ഭൂമിയിൽ സകല ജീവനും ചേർന്നിരിക്കട്ടെ, മോഹനമായി ചേർന്നിരിക്കട്ടെ, സ്ഥായിയായി നിലനിൽക്കട്ടെ. ഞാനും നിങ്ങളും ഈ ഭൂമിയും എല്ലാം ഒന്ന് തന്നെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ദർശനത്തിൽ അധിഷ്ഠിതമായ നമസ്തേ എന്ന പ്രവൃത്തിയുടെ മനോഹരമായ അർത്ഥം ഇതാണ്. പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്കായി ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു, സമസ്തതിനെയും ഒന്നായി കണ്ട് നമസ്കരിക്കുന്നു.